ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് വ്യത്യസ്തമായ ജ്യൂസുകൾ കൊണ്ടാണ് കേട്ടോ. രണ്ട് വെറൈറ്റി ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ജ്യൂസ് നമുക്ക് വളരെ പെട്ടെന്ന് ചക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസുകൾ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത കുറച്ച് ചക്കയുടെ ചുളകൾ എടുത്ത് വെക്കണം. അപ്പോൾ ഇത്രയും മുഴുവനായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 ചുളകൾ വീതം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 5 ചക്കയുടെ ചുള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി ഒരു ജ്യൂസറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണുള്ളൂ കേട്ടോ. അത് ആ ഒരു കപ്പ് ചെറുതാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ഏലക്കായയുടെ ആ ഉള്ളിലെ സീഡ് ഉണ്ടല്ലോ, അതും 2-3 ഏലക്കായയുടെ സീഡ് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാല്, 1 ഗ്ലാസ് പാല്, നന്നായിട്ട് തണുത്ത പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസാക്കി കളയരുത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി കഴിഞ്ഞാൽ കുടിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ശരിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ഏലക്കായയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു ചക്കയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5 ചുള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് പകുതി ചേർത്ത് കൊടുത്തത് കേട്ടോ. എരിവില്ലെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി ഒരുപാട് കൂടി പോകരുത്, അപ്പോൾ ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. എന്നാൽ അത്യാവശ്യം പുളി വേണേനും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് എടുത്തത് ഒരു പകുതി നാരങ്ങയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റ് നോക്കിയിട്ട് ആ ഒരു ജ്യൂസിൻ്റെ ടൈറ്റ്നെസ് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഒരു മുളകിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ എരിവും മധുരവും ഈ ചക്കയുടെ ഫ്ലേവറും എല്ലാം കൂടെ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ജ്യൂസും 2 വ്യത്യസ്ത ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ പാലൊഴിച്ചിട്ട് അടിക്കുന്നവർക്ക് മധുരത്തിൽ അടിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്